എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്നിച്ചൻ തോമസ്. എൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ക്യൂൻസ്ലാൻഡിൽ ഇരിക്കുന്നതാണ്. ക്യൂൻസ്ലാൻഡിലെ കെയ്ൻസിൽ ഞങ്ങൾ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ കൊറോണ കൂടി, അതുകൊണ്ട് ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. കാരണം കൊറോണ ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ക്വാറൻറ്റൈൻ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളത് ചെയ്തു. ക്യൂൻസ്ലാൻഡ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ വൗച്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നല്ല സമയത്ത് നമുക്ക് പോകാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവധിയെടുത്ത സമയം നമ്മൾ പാഴാക്കുന്നില്ല. നമ്മൾ ഓസ്ട്രേലിയൻ ഹൈ കൺട്രീസ്, അതായത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ഞങ്ങൾ താമസ സ്റ്റേറ്റിലെ ഹൈ കൺട്രീസിലുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ ഈ തുടർന്നുള്ള കുറച്ച് വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വണ്ടിയാണിത്. എന്താ വണ്ടി കുഴപ്പമൊന്നും, ചുമ്മാ ഒന്ന് ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ജിജോയൊക്കെ അവിടെ ഉണ്ട്. ജിജോയെ എങ്ങനെയുണ്ടേ? വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്? അല്ലേ വാർബട്ടൻ അനുവനാണ്. അത് തലമുടിയൊക്കെ വേണ്ടി കൊണ്ടുപോയാലോ. ഇതുണ്ട്, ഇത് നല്ലൊരു രസമുള്ള സ്ഥലം അല്ലേ? നല്ല കണ്ടമാനം നല്ല ഒരു ഇതല്ലേ, റോഡൊക്കെ ഇങ്ങനെ വിജയമായിട്ട് കിടക്കുന്ന ആരുമില്ല. ആ കുഞ്ഞ് എന്നാണ്ടോ ഇതേ നീ ക്ലാസ്സൊക്കെ വെച്ചോ? ഓ എനിക്ക് മേലെ ഹലോ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. അപ്പോൾ ഇതാണല്ലോ ഇതൊക്കെ ഒരു വിജനമായ സ്ഥലങ്ങളാണ്. രാത്രി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പാറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. കണ്ടല്ലോ, ഈ റോഡിലൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല. വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊവാള കാണുമല്ലേ അയ്യോ? പുലിയൊന്നും കാണില്ല, കൊവാളയുണ്ട്. കൊവാള ഉണ്ടെന്നുള്ള ഉറപ്പ്. കാരണം ഇത് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് അറിയാം. ഇതുണ്ടല്ലേ വലിയ വിജനം ജൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ തന്നെ ഇറങ്ങിയോ? മടുത്തോ? കയറിയോ? അല്ലേ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വാർബട്ടൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഈശേ ഒരു പ്രാവശ്യം നമ്മൾ വാർബട്ടനിൽ പോയിട്ടില്ല. ഇന്നാളെ ഒരു വാർബട്ടനില്ലേ അല്ലേ, നല്ല സ്ഥലമാണ്. അപ്പോൾ അതേ നമ്മൾ പോകുന്നത് വാർബട്ടനാണ്. വാർബട്ടൻ വാലിയിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു പഴയ വീഡിയോ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിരിക്കേണ്ട മനസ്സിന് കുളിർമ തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം മനസ്സിന് കുളിർമ തരും എന്ന് ഞാൻ തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. കുളിർമ കിട്ടുകയാണെങ്കിൽ അടിയിലൊരു കമൻറ്റൊക്കെ ചെയ്തേക്കണം, ഒരു ലൈക്കൊക്കെ അടിച്ചേക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വാർബട്ടൻ, കുറേ ബ്ലാക്ക് ഡ്രൈവ്, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാർബട്ടൻ. അയ്യോയ്, ഒരു പാട്ട് മീൻ പിടിക്കുന്നുണ്ടോ? നല്ല കാർപ്പുണ്ട് തോന്നുന്നല്ലേ? കാർപ്പുണ്ട്, ഈലുണ്ട്, ഈല് സംഭവം എല്ലാം കാണും അല്ലേ? ഉണ്ട്, നല്ല രസമുണ്ട് ഇരിക്കാനല്ലേ. വെട്ടുന്നുണ്ടല്ലേ, ഓളം അടിക്കുന്നുണ്ടല്ലേ. ജെട്ടിയൊക്കെ ഉണ്ട്. അതെ, അവിടെ ചെറിയ ജെട്ടിയുണ്ട്, ഇഷ്ടംപോലെ താറാവുണ്ട്. നല്ലൊരു കുളിർമ ഇത് നടന്നു കഴിഞ്ഞാൽ അല്ലേ? അടിപൊളി സ്ഥലം, നല്ല സ്ഥലം അല്ലേ? നല്ലൊരു നമുക്കിങ്ങനെ നടക്കാനുള്ള പാത്തും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. താറാവ് ഇഷ്ടംപോലെ താറാവ് അവിടെ ഇരിപ്പുണ്ട്. എന്നാലും നല്ലൊരു വാലിയാണ്. അതാണ് ഇത് പ്രത്യേകം. നല്ലൊരു ഒരു തണുപ്പിൽ നോക്കി അല്ലേ, നല്ലൊരു ചൂണ്ട എടുക്കാനായിരുന്നു. അത്രയും പ്രതീക്ഷയില്ല ഇല്ലേ. അവനെ പുള്ളി അവിടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ട കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കുക്കബ്രോ, അത് നമ്മുടെ എന്നാ ഇതിന് പറയുന്നതിനാ, നമ്മുടെ പക്ഷി ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ മീനെ പിടിക്കുന്നത്. എന്നാ മീനെ ഇങ്ങനെ താഴോട്ട് എന്നിട്ട് പിടിക്കുന്ന പക്ഷി. ഇതിൻ്റെ പേരും പറഞ്ഞല്ലോ മലയാളത്തിൽ. കുക്കബ്രോ എന്ന് പറയും. ഇത് ഇവിടുത്തെ ലോക്കൽ പക്ഷിയാണ്. കേട്ടോ, കണ്ടിരിക്കുന്നതാണ്. മീനൊക്കെ ഇങ്ങനെ ഹലോ ഹലോ കണ്ടോ കണ്ടോ, അവനിരിക്കുക ഇങ്ങനെ. പേടിയൊന്നുമില്ല, മനുഷ്യരെ ഉപദ്രവിക്കാറൊന്നുമില്ല. ഹലോ കമോൺ കമോൺ ഡാർലിംഗ്, വാ. ഒത്തോന്ന് എനിക്കറിയാൻ പറ്റില്ല. കണ്ടോ, അവന് യാതൊരു പേടിയില്ല. അത് കുക്കബ്രോ ഇല്ലേ, അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെന്നാൽ മീൻ തിന്നാനുള്ള ഒരു ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് ഇതാണ് യാരാ റിവർ വാക്കിംഗ് ട്രാക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. വാക്കിംഗ് ട്രാക്കാണ്. ഇങ്ങനെ അവൻ പറഞ്ഞത് അവിടെ പോയി കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. നമുക്ക് അതെല്ലാം ബ്രിഡ്ജേ കൂടെ ഒന്ന് കയറാം. ഇതാണ് യാരാ റിവർ. നമ്മുടെ മെൽബൺ അത് വഴി ഇങ്ങനെ ഒഴുകി വരുന്ന നദിയാണ് മെൽബൺ. ആ സൈഡ് വഴി കണ്ടോ, യാരാ റിവറാണ് ഈ പോകുന്നത്.
എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. യാര റിവർ. യാര റിവർ ഈസ് വൺ ഓഫ് ദ വിക്ടോറിയസ് മോസ്റ്റ് ഐക്കോണിക് വാട്ടർ വേസ് ഫ്ലോവിംഗ് ഫ്രം ദ യാര വാലി ടു മെൽബോൺ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് അറ്റ് സൗത്ത് ബാങ്ക് ആൻഡ് ഇൻ ടു പോർട്ട് ഫിലിപ്പ് ബേ കണ്ടോ. അപ്പോൾ അതുവഴി ഉണ്ട്. പിന്നെ അതിൻ്റെ കിട്ടുന്ന മീനും കാര്യങ്ങളിലൊക്കെ വിവരണങ്ങളൊക്കെ ചെറിയൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് നേരെ ബ്രിഡ്ജിന് അങ്ങോട്ട് പോകാം. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് ഇത് കണ്ടോ. നല്ല രസമുണ്ട് ഇത് നടക്കാൻ. ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞൊക്കെ ഒന്ന് വന്നിട്ടുള്ളതാണ്. കുലുങ്ങുന്നുണ്ടോ? ചെറിയൊരു കുലുക്കം അല്ലേ? അതല്ലേ, നല്ല രസമാണ് കേട്ടോ. ഈ പറഞ്ഞ മനസ്സിന് കുളിർമ തന്നെ തരും. ഉണ്ടല്ലേ, ചെറിയ ചിലന്തി വലിയ കെട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. താഴോട്ട് നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. ഈ വാർബട്ടന് നമ്മളെ ഞാൻ ഇന്നാളെ ഇപ്പോൾ നേരത്തെ ഒന്ന് വന്നാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ബോബപ്പച്ചനുണ്ട്. പുള്ളിയുടെ ട്രീ ഹൗസ്. പുള്ളിയുടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പുള്ളി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ പുള്ളിനെ ഒന്ന് കാണാം. കാരണം ഞാൻ 2 കൊല്ലം വന്നപ്പം പുള്ളി തീരെ പ്രായമായിട്ടിരിക്കുകയായിരുന്നു. പഴയ കാലത്ത് വളരെ നല്ല രീതിയിൽ പുള്ളിയുടെ ആ ട്രീ ഹൗസ് പാട്ടും, കാരണം പുള്ളി ഒരു മ്യൂസീഷ്യനും ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ബോബ് ട്രീ ഹൗസ് വാർബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ തന്നെ വരും അത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ട്രീ ഹൗസിൻ്റെ മാത്രം. പക്ഷേ ഏതായാലും ഇപ്പോൾ പോകുന്ന പോക്കിന് നമുക്ക് പുള്ളിനെ കൊണ്ട് കയറി കണ്ടിട്ട് ആ ടൗണിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ റെഡ്വുഡ് ഫോറസ്റ്റ് അതും ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ വാർബട്ടൺ ടൗണിന് തൊട്ട് മുകളിലാണ് നിൽക്കുന്നത്. ഇത് റെയിൽ ട്രയലാണ്. അതായത് പഴയ കാലത്ത് ട്രെയിനൊക്കെ ഇതുവഴി സർവീസ് ഉണ്ടായിരുന്നു. ഇതല്ലേ, ഇത് അങ്ങ് വരെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, മുകളിലോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. കണ്ടില്ലേ, ചെറിയ മഞ്ഞും ഒക്കെ ഇറങ്ങി വരുന്നു. ആ താഴെ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ ടൗണുള്ളത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കണം. നമ്മുടെ ബോബപ്പച്ചൻ്റെ വീട് ഇത് അവിടെയാണ്. പുള്ളിയും ചെന്ന് കാണണം. പുള്ളി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ മേല. ഇതുവഴി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ ചെറിയ ഇരിക്കാനായിട്ട് കണ്ടോ ഈ കൗൺസിൽ ഉണ്ടാക്കിയിട്ടേക്കുന്ന നല്ല ചെയറുകളും ഒക്കെയാണ്. കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ആ ട്രീ ഹൗസ്. അങ്ങോട്ടൊന്ന് കയറി നോക്കണം. പുള്ളി ഞാൻ പഴയ വന്നപ്പോൾ നല്ല കൊക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്. പുള്ളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളിനെ ഒന്ന് കയറി കാണണം. എന്തെങ്കിലും പുള്ളിക്ക് മേടിച്ച് കൊടുക്കുകയും വേണം. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. സൂപ്പറാണ്. ഇതിൻ്റെ മുമ്പേ പറഞ്ഞ നമുക്ക് പ്രത്യേകം ഒരു ആണി പോലും അടിക്കാതെ ട്രീയാലാണെങ്കിൽ വെച്ചാൽ ആണി പോലും അടിക്കാതെ ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പണ്ട് കാലത്ത് മ്യൂസിക്കും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നിട്ട് അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പുള്ളിക്ക് മേല. അവിടെയൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വാർബട്ടൺ ടൗണിൻ്റെ സൈഡിൽ കൂടെ ഓരത്തൂടാണ് നടക്കുന്നതല്ലേ. ചെറിയ ക്യൂട്ട് ടൗണ്. ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ചെറിയ കോഫി ഷോപ്പുകൾ. ഇവിടെ ചെറിയ കോഫി ഷോപ്പുണ്ട്. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു ബേക്കറിയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിനുള്ള പുറപ്പാടാണ്. എന്തെങ്കിലും ഒന്ന് മേടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ടൗൺ താഴോട്ടിറങ്ങിയത്. ഇത് വലിയ ഗുണമില്ലല്ലേ? വലിയ ഗുണമില്ല. അതായത് നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം അതായത് വാർബട്ടനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഈ കൗൺസിലായിട്ട് ഈ KFC മാക്ഡൊണാൾഡ്സ് ഒന്നും ഇവിടെ വെക്കില്ല. ഇവിടുത്തെ 2-3 മിനിറ്റ് എടുത്തുള്ളൂ ഉണ്ടാക്കാനും അല്ലേ? അതെ, ഒന്നും കൊള്ളില്ല സാധനം. പക്ഷേ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നൊരു ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ചുമ്മാ രസമാണല്ലേ. പക്ഷേ വിശന്നിരിക്കുമ്പോൾ കഴിക്കുന്നതല്ല. അതെ കുഴപ്പമില്ല. ഞങ്ങൾ 3-4 പിസ്സ മേടിച്ച് വേണ്ടിരിക്കുന്നതേ കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കൊള്ളുകയല്ല. ഇത് പേപ്പർ അല്ലേ? എങ്ങനെയല്ലേ ചേച്ചേ? ഉള്ളിത്തൊലി ഉണക്കണല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ആ പിസ്സ ഒക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബോബപ്പച്ചൻ ഇവിടെ വന്ന് മുട്ടിയിട്ട് പുള്ളിയില്ല. ഇതായിരുന്നു ട്രീ ഹൗസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. എനിക്കൊന്ന് പുള്ളിക്ക് പ്രായമുള്ളായിരുന്നു ഇന്നാൾ വന്നപ്പോഴത്തേക്ക്. എനിക്കൊന്ന് പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നാറില്ലേ. ഇതാണ് പക്ഷേ ഭയങ്കര രസം ഇത് കാണാനായിട്ടുണ്ടോ. ഇതാണ് സംഭവം. ഇതുവഴി ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ചെല്ലുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടല്ലേ. ഇപ്പോൾ ഏതായാലും ഇല്ല. ഏതായാലും ഞാൻ നോക്കാം പുള്ളി ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ വരുന്നു ഉണ്ടോ. ഇതാണ് പുള്ളിയുടെ പഴയ വീടാണ്. ഉണ്ടോ. Happy New Year. Happy New Year. All right, thank you. See you later. Yes, thank you very much. And you're keeping well, are you? Yeah, all good, yeah. Is that a digital watch? Yeah, digital, yeah. You measure the blood pressure? Yeah, blood pressure, everything. You measure the pulse rate? Yeah. You measure the oxygen saturation? Everything.
You measure when you're running and walking and when you do the rock and roll. Yeah, everything there, yeah. Oh, very good. Yeah. All right. Yeah. Thanks, Bob. Yeah, all the very best. Thank you very much. Bye-bye. Bye. See you later. Like that. All right. That's very nice, Bob. Very good. You make it? Yeah. Yeah, my new technology. അതെ പുള്ളി ഉണ്ടാക്കുന്നില്ലല്ലോ അതാ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം സംഭവം സൂപ്പർ. Yeah, thank you very much. All right, thanks, Bob. See you later. Thank you. Nice to meet you All both. the very best. Thank you. Thank you. See you Wait later. for the horseman here. Yeah. All right. He's like up along Cassidy. All right. Thank you. Yeah, bye-bye. Thank you. അപ്പോൾ നമ്മുടെ ബോപ്പച്ചനകത്തുണ്ടായിരുന്നു കേട്ടോ. പുള്ളീനെ പെട്ടെന്ന് കണ്ടു. ഞാൻ ആദ്യം വിളിച്ചിട്ട് പുള്ളിക്ക് കേട്ടില്ല. രണ്ടാമത് വിളിച്ച് പുള്ളിക്ക് ചെറിയൊരു സമ്മാനം കൊടുത്തു. ക്രിസ്മസിൻ്റെ ഇത് ന്യൂ ഇയർ ഒക്കെ അല്ലേ. ഇപ്പോൾ ഇതുവഴി 2 കൊല്ലം പോകുന്ന പുള്ളി നല്ലൊരു മനുഷ്യനെ തോന്നുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഞാനോർത്ത് പുള്ളി ഇപ്പം കിടപ്പോ അങ്ങനെ വല്ല ആണെന്ന് ഞാൻ ഓർത്ത്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഏതായാലും നമ്മളെ നേരെ ഇനി റെഡ്വുഡ് ഫോറസ്റ്റ്. അപ്പോൾ ഇത് നമ്മളെ മൗണ്ട് ഡോണ പോവാൻ റെയിൻ ഫോറസ്റ്റ് വർക്ക് വന്നേക്കാണ്. നമുക്ക് കാണാൻ അങ്ങോട്ട് താഴോട്ട്. ഇവിടെ നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൗണ്ട് ഡോണ പോവാൻ അങ്ങനെ മണ്ടയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇപ്പം പോകുന്നില്ല. നേരത്തെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇവിടെ ഫോറസ്റ്റ് വോക്കും കാര്യങ്ങളുണ്ട്. താഴോട്ട് ഇറങ്ങി കിടക്കാൻ നല്ല അതിമനോഹരമായ ഒരു ഫോറസ്റ്റ് വോക്കാണ്. നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. അതിങ്ങനെ നടന്നു പോകാം. താഴോട്ട് പോകുന്തോറും ഇതാ പിള്ളേർക്ക് പേടിയുണ്ടോടാ. താഴോട്ട് പോകുന്തോറും നല്ല രസമുണ്ട്. ഉണ്ടോ? എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇത് ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ആണ് ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. അതായത് നമ്മളതിൻ്റെ ഒരു ഫീലിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരണം. യൂറസ്റ്റ് കനാപ്പി. യു ആർ നൗ ഇൻ ദ ഫോറസ്റ്റ് കനാപ്പി 15 meters above the ground. 15 meters above the ground ആണ്. നമുക്ക് നോക്കുമ്പോൾ അറിയുന്നത് താഴോട്ട് നോക്കിയേണ്ട. ആടി പൊളി എന്നെ രസമെന്നറിയോ. എന്നെ കാണാനായിട്ട് ഇത്രയും നല്ല ബ്യൂട്ടി. ഭയങ്കര പൊക്കത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നിൽക്കുന്നുണ്ടോ. അതോട്ട് നോക്കിയേണ്ടോ അത്. ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെക്കാട്ടും പഴയ സ്റ്റഡിയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ പഴയ ഈ മരങ്ങളും എല്ലാമാണ്. പല പ്രാവശ്യം ഫോറസ്റ്റ് ഫയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് റീഗ്രോ ചെയ്ത് വരികയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. അതായത് എങ്ങനെ പറയുന്നത്, ഈ കുളിർമ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചിറങ്ങുകയല്ലേ ആ രീതി. ഇവിടുത്തെ മരങ്ങളൊക്കെ ആണ്, ചുറ്റും നിൽക്കുന്ന മരങ്ങളൊക്കെ എന്നാ വലുപ്പം അറിയൂ. അതിങ്ങനെ ഒരു ആകാശം മുട്ട നിൽക്കുകയാണ്. അതായത് സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ റെഡ്വുഡ് ഫോറസ്റ്റ് ആദ്യം പോയിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തിങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഇനി നേരെ റെഡ്വുഡ് ഫോറസ്റ്റ്. ജിജോ, ഈ തടി എത്ര വീട് പണിയാനുള്ള ഉണ്ട്? ഒരു കഥകൊക്കെയാണ് 2 അതൊക്കെ വലുപ്പം അത് നിൽക്കുക അല്ലേ. നമ്മുടെ നാട്ടിലാണ് ഇതിപ്പോൾ വെട്ടിക്കൊടുക്കുന്ന ആൾക്കാർ ആലോചിച്ചാലേ ആളൊക്കെ അല്ലേ. അയ്യോ കൊള്ളാം കേട്ടോ. ഭയങ്കര തടികളാണ്. അപ്പോഴത്തേ നമ്മൾ റെഡ്വുഡ് ഫോറസ്റ്റ് വന്നേക്കാണ്. നമ്മുടെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ റെഡ്വുഡ് ഫോറസ്റ്റ് വന്നേക്കാണ് കണ്ടോ. ഉയ്യോ പൊളി. ഇത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് വീഡിയോ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു കുളിർമയെന്ന് പറയുന്നത് ഉയ്യോ എന്നാ നിശബ്ദയാണ് നിൽക്കുന്നത്. നോക്കി അടിപൊളി. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. ഭയങ്കര രസമുണ്ട്. ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. നോക്കി അയ്യോ അടിപൊളി കേട്ടോ. സൂപ്പർ. അകത്തൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഈ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ നല്ല രസമാണ് കേട്ടോ. എങ്ങനെയുണ്ട് റെഡ്വുഡ് ഫോറസ്റ്റ്? അടിപൊളി. നല്ല തണുപ്പുണ്ട്. നല്ല സുഖം നടക്കാനല്ലേ. പ്രത്യേകത ഇവിടുത്തെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പാട്ട് സീനൊക്കെ പഠിക്കട്ടെ. ഈ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് നമുക്കൊന്നും പറയാനില്ല ഈ റെഡ്വുഡ് ഫോറസ്റ്റിനകത്തോടെ. ഇത് കണ്ടത് ഈ പിള്ളേർക്ക് ഇങ്ങനെ ഈ നമ്മുടെ ദിനാസറിൻ്റെ ഒക്കെ
ഇങ്ങനെ ഇത് ഇങ്ങനെ പഴയ ഫിലിമിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചേക്കാണ് ഫോട്ടോ എടുക്കാനും പറ്റിയ സാധനങ്ങൾ കണ്ടോ. ഇതിന് തൊട്ട് താഴെ നല്ല യാരാന്ന് നമ്മൾ ആദ്യം കണ്ടില്ല, അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കാനുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊക്കെ കാണണം. ഉടുമാരി ഇവിടെ മെൽബണിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോബ് അപ്പച്ചനെ കണ്ട് ഒരു ഓർമ്മ പുതുക്കി ഞങ്ങളിത് വന്ന് പഴയ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ രസമാണ്. ഈ പറഞ്ഞ മനസ്സിന് കുളിർമ വരുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുകയും ഈ റിവറിൻ്റെ അവിടെ ഇങ്ങനെ പോയി ഒരു കട്ടൻ കാപ്പി കടിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Push all the limits with you right now. Gotta get it right now. Yeah, push all the limits with you right now. Gotta get it right now. Yeah, push all the limits with you right now. Gotta get it right now. Yeah, push all the